വൈകുന്നേരത്തെ സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് മഴയൊക്കെ ഇങ്ങനെ കൂട്ടി പിടിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ നമ്മളുടെ വീട്ടിലൊന്നും ഇല്ലെങ്കിൽ പോലും 3 വിഭവങ്ങൾ കൊണ്ട് 3 ഐറ്റംസ് കൊണ്ട് മാത്രം നല്ലൊരു അടിപൊളി പരിപാടി ഉണ്ടാക്കാം. നമ്മളുടെ പണ്ട് കാലങ്ങളിൽ അപ്പൂപ്പനും അമ്മയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വെച്ച സംഭവമാണ്. അത് സ്നാക്സ് ആയിട്ടല്ല, അമ്പലങ്ങളിലൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ അമ്പലങ്ങളിൽ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കൊരു കൊതി തോന്നി അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയാലോ എന്ന്. ഇങ്ങനെ മഴയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ആ ഒരു സംഭവം ചായയും ഒക്കെ ആയിട്ട് അങ്ങനെ കുടിക്കുമ്പോൾ ഒരു രസമാണ്. നമ്മൾ കലശം എന്നാണ് പറയുന്നത്, പക്ഷെ നമ്മൾ കലശത്തിൻ്റെ കറക്റ്റായിട്ടുള്ള വെയിലല്ല ഉണ്ടാക്കുന്നത്, ചെറിയൊരു വ്യത്യാസത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് 1 ഗ്ലാസ് അരിയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനൊരു ഗ്ലാസ് വെള്ളരിയാണ് എടുത്തിരിക്കുന്നത്. വെള്ളരിനേക്കാളും കുറച്ചും കൂടി നല്ലത് നമുക്ക് കുത്തരി ഉണ്ടാവും, പിന്നെ നുറുക്ക് ഗോതമ്പ് കൊണ്ടും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളരിയും കൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിതൊരു 3 തവണ നന്നായിട്ട് കഴുകിയെടുക്കണം. നമ്മൾ ചോറ് വെക്കുമ്പോഴായാലും അരി 3 തവണ കഴുകുമല്ലോ, അതുപോലെ നമുക്ക് അരി 3 തവണ കഴുകിയെടുക്കാം. അതിലുള്ള അഴുക്കുകളൊക്കെ കളഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്ക് ആ വെള്ളത്തിൻ്റെ ആ ഒരു നനവ് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഊറ്റുപാത്രത്തിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ. അതിനുശേഷം ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമുക്ക് നല്ലൊരു അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒത്തിരി കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. കാരണം നമ്മൾ അരി വറുത്തെടുക്കുമ്പോൾ അടിക്കൊന്നും പിടിക്കരുത്, കരിഞ്ഞൊന്നും വരാത്ത രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ. അല്ലെങ്കിൽ കരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു കയ്പുണ്ടാവും, അപ്പോൾ അതൊക്കെ ഒരു രുചിക്കുറവിന് കാരണമാകും. നമുക്ക് അങ്ങനെയൊന്നും വേണ്ട. അതുകൊണ്ടാണ് നോൺ സ്റ്റിക്ക് ആയാലും കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇത് നല്ല രീതിയിൽ ചൂടായതിന് ശേഷം അധികം നമ്മൾ ഈ അരി അടുപ്പത്തിട്ടിട്ട് നമ്മൾ എങ്ങോട്ടും പോയി കളയരുത് കേട്ടോ, കരിഞ്ഞ് പിടിക്കരുത്. നമ്മൾ നിന്ന് തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് കൈ എടുക്കാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരുന്നാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. ഈ അരി വറുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും. പിന്നെ പണ്ട് ചെറുപ്പത്തിലേക്ക് ആയിരിക്കുമ്പോൾ ഇങ്ങനെ അരി വറുത്ത് നമ്മൾ വെറുതെ കഴിക്കുമായിരുന്നു ഞങ്ങൾ. എല്ലാവരും എങ്ങനെയാണെന്ന് അറിയില്ല, ചിലവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കട്ടൻ ചായയും അരി വറുത്തതും ഒക്കെ. പണ്ട് കാലങ്ങളിൽ മഴക്കാലം ആകുമ്പോൾ ഭക്ഷണത്തിനും പൈസക്കും ഒക്കെ പഞ്ഞുള്ള കാലമായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ കുത്തരി ഇതേമാതിരി വറുത്തെടുക്കും. ഇപ്പോൾ പയ്യെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൈ എടുക്കാണ്ട് ഇങ്ങനെ ഇളകിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ, അല്ലെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കുമ്പോൾ ഏതൊരു റബ്ബർ കടിക്കുന്ന മാതിരി നമുക്ക് തോന്നും. അപ്പോൾ നല്ല രീതിയിൽ എല്ലാ അരിയും ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു നല്ലൊരു കിലുകിലി അങ്ങനെ രച്ചുണ്ടാവും. അങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ചൂടോടുകൂടി തന്നെ ഞാൻ മിക്സിയുടെ ജാറിലെടുത്തിട്ട് പൊടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രം എടുത്ത് കുറേശ്ശെ നമുക്ക് പൊടിച്ചെടുക്കാം. ഞാൻ കൂടെ ഏലക്കായും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേശ്ശെ നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ അരി പൊടിച്ചാണ് കേട്ടോ. ഞാനത് തൊട്ടപ്പോഴേക്കും ഭയങ്കര ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിൽ തൊടുമ്പോൾ സൂക്ഷിക്കുക, ഭയങ്കര ചൂടുണ്ടാവും. ചൂടോടുകൂടി തന്നെ നമ്മൾ പൊടിക്കുന്നതാണല്ലോ. അങ്ങനെ 3 ട്രിപ്പായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു തേങ്ങയുടെ പകുതി മുറിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ തേങ്ങ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും മടിയുള്ള പണിയെന്ന് വെച്ചാൽ തേങ്ങ ചിരണ്ടി എടുക്കുന്ന കാര്യം. എനിക്ക് ഭയങ്കര മടിയാണ്. ഇപ്പം ഞാൻ കണ്ടുപിടിച്ചേക്കുന്ന ഒരു പരിപാടി ഇങ്ങനെയാണ്. ഇങ്ങനെ തേങ്ങ ഇങ്ങനെ കൊത്തിയെടുത്തിട്ട് മിക്സിയിട്ട് ഞാൻ ചതച്ച് ഏകദേശം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഫൈനായിട്ട് അങ്ങനെ അരഞ്ഞുമല്ല, നമ്മൾ ചിരണ്ടിയതിനേക്കാളും കുറച്ചും കൂടി ഇതായിട്ട് കിട്ടും. എനിക്ക് കുഴപ്പമില്ലയെന്ന് തോന്നിയിട്ടുണ്ട്. പുട്ടിന് ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം തേങ്ങ ചിരണ്ടലാണ്. അപ്പോൾ നമുക്ക് ഒരു മുറി തേങ്ങ മൊത്തം വേണം കേട്ടോ. തേങ്ങ, ശർക്കര ഒക്കെയാണ് നമ്മുടെ ഈ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന പരിപാടി. അപ്പോൾ ഇതേ കണക്കിന് ഞാൻ തേങ്ങേനെ നന്നായിട്ട് മിക്സിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചിരണ്ടി എടുക്കുന്നാലും കുറച്ചും കൂടി നല്ലതൊന്ന് പയ്യെ ഒന്ന് മിക്സിയിട്ടൊന്ന് ഒതുക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് ശർക്കര നീര് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര, നമ്മളുടെ ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള ശർക്കര നമുക്ക് എടുക്കാം കേട്ടോ. ശർക്കര നീര് ഒഴിച്ചത് അല്ലെങ്കിൽ ഒരുപാട് ഇത്തിരി പൊടി പോലെ വരും. ഞാൻ ചെറിയൊരു ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലാണ് ആക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പിലാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ച് നനവ് വേണം. അരി പൊടിച്ചതിനൊന്നും ഒട്ടും നനവില്ലാത്ത പൊടിയാണല്ലോ. നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മളുടെ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ നനവുകൾ കൊണ്ട് മാത്രമാണ് നമ്മളിതിനെ ഷേപ്പാക്കി
ഉണ്ടാക്കി എടുക്കുന്നതല്ലോ. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു നനവ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ശർക്കര നീര് ഒഴിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ ഒരു എന്തെങ്കിലും ചെറിയൊരു പാത്രത്തിൻ്റെ മൂടിയിൽ നമുക്കിങ്ങനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട്, അധികം കട്ടിയുള്ള മൂടിയൊന്നും ആയിരിക്കരുത് കേട്ടോ. ചെറിയ ഒരു ഇങ്ങനെ ഒന്ന് വളക്കുമ്പോൾ വളയുന്ന രീതിയിലത്തെ മൂടികളാകുമ്പോഴേ നമുക്ക് ഈ ഒരു പാത്രത്തിൽ നമുക്ക് വിടിയിച്ചെടുക്കാനും എളുപ്പം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അമ്മൂസിന് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഉണ്ട പോലെ ഉണ്ടാക്കി കൊണ്ട് കൊടുത്തപ്പോൾ ആൾ കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്, ആൾ കഴിക്കുകയോ ഇല്ലയെന്ന് അറിയണമല്ലോ. അപ്പം നല്ല രീതിയിൽ അമർത്തി വെച്ചതിന് ശേഷം ഇതേമാതിരി നമ്മുടെ മൂടിയുടെ ബാക്ക് സൈഡ് ഒന്ന് പയ്യെ അമർത്തി, പിന്നെ ഈ റൗണ്ടിന് പയ്യെ വിടിയിച്ചെടുക്കുമ്പോൾ അതിങ്ങനെ കിട്ടും കേട്ടോ. എനിക്ക് നല്ല രസം, നല്ലൊരു ടേസ്റ്റുമൊക്കെ തോന്നി. നമ്മൾ ആ ഒരു ഉണ്ട ഷേപ്പിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം ആക്കി എടുക്കുകയാണ്. നമ്മൾ പൊടിച്ച എല്ലാ പൊടിയും നല്ല രീതിയിൽ കുഴച്ച് എടുക്കണതാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയാവുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തം ബിസ്ക്കറ്റിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ചേട്ടായിക്ക് ഇഷ്ടമായി, അമ്മൂസ് നന്നായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടാക്കി കൊടുത്തപ്പോൾ കഴിക്കാത്ത ആൾ ഇപ്പോൾ ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ്. ഇതാണ് അമ്മമാരുടെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ആൾ സൂപ്പർന്ന് പറയാൻ കേട്ടോ ഗൈസ്, സൂപ്പർ തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ബൈ.